Download now. CC Learning app. RRB ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ITAയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് ഉള്ള കുട്ടികൾക്കുള്ള സുവർണ അവസരം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? 2026 RRB വിളിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പോസ്റ്റാണ്. 2026-1 എന്ന് വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് RRB ALP. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ ശരിയാണ്. ഇനി 2025 ALPയും 2026 ALPയും തമ്മിൽ ഒരു മേജർ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ മാറ്റം? ഒരു ബിഗ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സിലബസിൽ വലിയൊരു ഘടകം ഇല്ലാതെയായി. ഇപ്പോൾ അതില്ല. ബിടെക്കുകാരുടെയും പോളിക്കാരുടെയും ITIക്കാരുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ആ പാഠം. അതിപ്പോൾ ഇല്ല. എന്താ അത് GK ആണ്. ജനറൽ അവയർനെസ് എന്ന് വിളിക്കുന്ന GK എന്ന് വിളിക്കുന്ന കറണ്ട് അഫേഴ്സ് എന്ന് വിളിക്കുന്ന പാഠഭാഗം. ഏകദേശം 15% വരെ സിലബസിൻ്റെ ഏകദേശം 15% വരെ എന്തായിരുന്നു? GK ആയിരുന്നു. അതിപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഈ തവണ മുതലേ ഇല്ല. ഞാനിത് വെറുതെ പറയുന്നതാണോ? ഉള്ളതാണോ? നമുക്ക് നോക്കാം. ഈ വലിയ മാറ്റം സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പരീക്ഷ ടെക്നിക്കൽ ഡിഗ്രി ഉള്ളവർ എഴുതുന്ന പരീക്ഷയാണ്. അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർക്കേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. 11,000 ഒഴിവുകളുള്ളത്. ഈ പരീക്ഷ നമ്മൾ എഴുതണോ? അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ കിട്ടുമോ? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തവണ കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കുക. ഇതെല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. ഈ കൊല്ലം പഠിച്ചാൽ അടുത്ത കൊല്ലോ അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലോ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ജോലി കിട്ടി, LDCയോ LGSോ കിട്ടിയാലും ഈ പരീക്ഷ പിന്നെയും എഴുതിക്കൊണ്ടിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ALP എന്ന് പറയുന്ന പരീക്ഷ എല്ലാ കൊല്ലവും നടത്തുന്ന പരീക്ഷയാണ്. ടെക്നിക്കൽ ഡിഗ്രി വേണ്ട പരീക്ഷയാണ്. നിങ്ങൾക്ക് കണ്ണടയില്ലാത്ത, നിങ്ങൾ മെഡിക്കലി ഫിറ്റും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ പരീക്ഷ എഴുതണം, ജോലി കിട്ടും. പിന്നെ RRBയിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികളിൽ ഒന്നാണ്. ട്രാവൽ അലവൻസ് ഉണ്ടാവും. ഓരോ കിലോമീറ്റർ ട്രെയിൻ ഓടിക്കുമ്പോൾ അലവൻസ് ഉണ്ട്. ഹോളിഡേ അലവൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്കുള്ള DA എന്ന് പറയുന്ന സാധനമുണ്ട്. ഏകദേശം 50,000 വരെ ശമ്പളം കിട്ടുന്ന, തുടക്കത്തിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഏത്? ALP എന്ന് പറയുന്നത്. വിട്ടുകളയരുത്. അതിന്റെ മുകളിൽ ഒരു സ്വർണ്ണത്തൂവൽ എന്ന് പറഞ്ഞതുപോലെയാണ് GK അങ്ങ് എടുത്ത് മാറ്റിയത്. പോരെ, വേറെ എന്താ വേണ്ടേ? നമുക്ക് നോക്കാം. ഇത് 2025 സിലബസ് ആണ്. 2025 സിലബസിൽ നിങ്ങൾക്ക് കാണാം, CBT 1 മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ്, അവയർനെസ്, ഇങ്ങനെ 4 ചാപ്റ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 4 മൊഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2026 വരുമ്പോൾ 3 ചാപ്റ്ററേ ഉള്ളൂ. ഇവിടെ ഒരു വലിയ ഒഴിവ് കണ്ടോ? ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. മാത്സും മെന്റൽ എബിലിറ്റിയും ജനറൽ സയൻസും മാത്രമേ ഉള്ളൂ. ആരില്ല? ജനറൽ അവയർനെസ് ഇല്ല. ഇതാണ് എന്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ മാറ്റമാണ് CBT 1 സംഭവിച്ചിട്ടുള്ളത്. ഇനി CBT 2 വരുമ്പോഴോ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവിടെ ജനറൽ അവയർനെസ് മുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അവിടെ ട്രേഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ട്രേഡ് ക്വാളിഫയിങ് മാത്രമാണ്. ഈ സെയിം സിലബസ് തന്നെയാണ്. അതായത് CBT 1 നേരത്തെ ജനറൽ അവയർനെസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ജനറൽ അവയർനെസ് ഇല്ല. ഇനി CBT 2 പോകുമ്പോഴോ CBT 2 പാർട്ട് A എടുക്കുമ്പോൾ ഈ ജനറൽ സയൻസ് മാറി എന്തായി? ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വന്നു. കുറച്ച് ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തു. ബയോളജിയും കെമിസ്ട്രി ഇല്ല, ഫിസിക്സും കുറച്ച് എഞ്ചിനീയറിംഗ് ബന്ധമായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരെയും ചെയ്തു. അവിടെ മനസ്സിലാക്കുക, മാത്സും റീസണിങ്ങും ഒറ്റത്തവണ പഠിച്ചാൽ അത് CBT 1 ഉപയോഗിക്കാം, CBT 2 ഉപയോഗിക്കാം. ഓക്കെ, ഫസ്റ്റ് ടയർ എക്സാമിൽ ഉപയോഗിക്കാം, സെക്കൻഡ് ടയർ എക്സാമിൽ ഉപയോഗിക്കാം. മുന്നേ ഫസ്റ്റ് ടയർ എക്സാമിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു GK പഠിക്കുക എന്നുള്ളത്. ആകെ ചോദിക്കുന്നത് 10 ക്വസ്റ്റ്യനാ. അതൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാ ചോദിക്കുന്നത് ഒരു പിടുത്തവുമില്ല. ഭയങ്കര റാൻഡമാണ്. പരീക്ഷ കൊടുത്തുകൂടെ എളുപ്പമാവുക ചെയ്തത്. ആ റാൻഡംനെസ് കുറയുകയാണ് ചെയ്തത്. ഈ സിലബസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ALP ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനി പറയുന്ന കാര്യം ഇത്ര നേരം പറഞ്ഞതുപോലെ അല്ല, നിർബന്ധമായിട്ട് ഓർത്തു വയ്ക്കുക. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. കാര്യം എന്താ? ഒന്നാമത്തെ കാരണം, ബിടെക് ഉള്ളവർക്കേ എഴുതാൻ പറ്റുള്ളൂ. ബിടെക് അല്ലെങ്കിൽ പോളി അല്ലെങ്കിൽ ITI. അതായത് ടെക്നിക്കൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കണ്ണട ഉള്ളവർക്കോ മെഡിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കോ എഴുതാൻ പറ്റില്ല. സോ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്താ? എല്ലാ ഇയറിലും എക്സാം ഉണ്ട്. ഇയർലി എക്സാമാണ്. ഈ എല്ലാ ഇയറിലും ഏകദേശം 10,000-ഓളം ഒഴിവുകൾ, 10K ഒഴിവുകൾ വരുന്നൊരു പരീക്ഷ.
എത്ര പരീക്ഷകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതിന് ആപ്റ്റാണ്, ഫിറ്റാണ്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതുക. GK കൊണ്ട് എടുത്ത് മാറ്റിയ സ്ഥിതിക്ക് ഈ തവണത്തെ ഈ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. CCയിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒഴിവുകളിലേക്കുള്ള പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതെല്ലാം തരുന്നുണ്ടാവും. മാത്സ് റീസണിങ് എന്ന് പറയുന്ന സാധനം പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കും എന്ത് പറയാൻ പറ്റില്ല, എനിക്ക് മാത്സ് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. മിസ് എനിക്ക് മാത്സ് അറിയില്ല, മാത്സ് അറിയില്ല, മാത്സ് ചെയ്ത് പഠിക്കുക. ആ സമയത്ത് GK എനിക്ക് ഹിസ്റ്ററി അറിയില്ല, എനിക്ക് പൊളിറ്റി അറിയില്ല എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല. ഡേ 1 മുതൽ പരീക്ഷയുടെ അന്ന് വരെ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ പഠിക്കുക തന്നെയാണ് വേണ്ടത്. മാത്സ്, റീസണിങ്, സയൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം 10ാം ക്ലാസ് വരെയുള്ള 10th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT സയൻസ് ചോദിക്കുമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പറ്റം റെക്കോർഡഡ് ക്ലാസ്സുകളും ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ബാക്കി ഇതിന്റെ കീ കാര്യങ്ങളെല്ലാം കോർ ഏരിയാസ് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു ബാച്ച്, മോക്ക് ടെസ്റ്റ് ഉള്ള ഈ പരീക്ഷയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന ഒരു മെന്റർ ഉള്ള ഒരു ബാച്ചാണ് നമ്മുടെ കയ്യിലുള്ളത്. എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുക. മാത്സിനും റീസണിങ്ങിനും തന്നെയാണ് ഇവിടെ എന്ത് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. സമയം കളയരുത്. ഈ മുകളിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. ബാച്ചുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. ലൈവ് ക്ലാസ്സസ് എല്ലാം തുടങ്ങാൻ പോവുകയാണ്. PDF നോട്ട്സ്, മോക്ക് എക്സാംസ്, ലൈവ് ക്ലാസ് എല്ലാം ഇവിടെ റെഡിയാണ്. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും RRB SSC പരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. Download now. CC Learning app.